ഹായ് ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐക്കിയിലെ കുറേ വിശേഷങ്ങൾ കണ്ടു അല്ലേ. ഇതതിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സെക്ഷനിൽ മുഴുവനായിട്ടും ഡ്രസ്സിങ് ടേബിളുകളാണ്. നല്ല നല്ല മോഡലുള്ളതുണ്ട്. നമുക്ക് കുറച്ച് ലക്ഷറി ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സിങ് ടേബിളാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ ഇവിടെ അധികവും കാണാൻ പറ്റുന്നത് വൈറ്റ് കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലോ ആയിട്ടുള്ള ഫർണിച്ചറുകളായിരിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ ആ ഒരു കളറാണ് ഫർണിച്ചറൊക്കെ യൂസ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലാണെങ്കിൽ നേരെ തിരിച്ചാണ്, വുഡൻ കളറാണ് അധിക പേരും ചൂസ് ചെയ്യുന്ന കളറ് ഫർണിച്ചറിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ മൊത്തത്തിൽ കാണാൻ പറ്റും, ഇവിടെ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഫർണിച്ചറാണ് കൂടുതലായിട്ടും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കുട്ടികളുടെ സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ മുഴുവനായിട്ടും കുട്ടികളുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. നല്ല കുട്ടികളുടെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള അലമാര, ഡ്രസ്സിങ് ടേബിള്, അതുപോലെ തന്നെ കട്ടില, ഇതൊക്കെ ചെറിയ ചെറുതാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും തോന്നും നമ്മളെ മക്കൾക്ക് ഇതുപോലത്തെ ഈ റൂമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് ഇവിടെ വന്നാൽ. ഇതും അതുപോലെ തന്നെ വേറൊരു മോഡലിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റൂമാണ് കുട്ടികളുടെ. പിന്നെ ഇതുപോലത്തെ കുഞ്ഞി കുഞ്ഞി കുട്ടികളുടെ കിച്ചൺ സെറ്റൊക്കെ അവിടെ ഉണ്ട്. 150 ദിറംസ് മുതൽ സ്റ്റാർട്ടിംഗ് ഉള്ളതൊക്കെ ഉണ്ട്. കിച്ചണിൽ എന്താ പണിയെടുക്കുന്നത്? നമ്മള് കിച്ചണിൽ എന്താ ചെയ്യുന്നത്? മോൾ ഒരുപാട് കളിച്ചു. ആൾക്ക് ഭയങ്കരമായിട്ട് കിച്ചൺ സെറ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ക്ലീനാക്കി കൊടുത്തിട്ടുമുണ്ട്, കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട്. കാരണം ഇവിടെയും കൊറോണ കേസസ് ഇപ്പം കൂടാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഉള്ളത് നമ്മൾ പെയിൻറ്റിങ്ങിനും ഡ്രോയിങ്ങിനും ക്രാഫ്റ്റ് വർക്കിനും ഒക്കെ ഉപയോഗിക്കുന്ന ഐറ്റംസൊക്കെയാണ്. പെയിൻറ്റ്, ബ്രഷ്. പിന്നെ ഈ ഒരു ഐറ്റം മനസ്സിലായോ? ഇതിനെക്കൊണ്ട് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യലുണ്ട്. അത് ചെയ്ത പിക്ചറാണ് ഇവിടെ ഉള്ളത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്? കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, എന്താ പറയലെന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. 29 ദിറംസാണ് അതിന് വരുന്നത് ഒരു ബോട്ടിലിന്. ഇത് മോൾക്കൊക്കെ ഫുഡ് കൊടുക്കുമ്പം ഡ്രസ്സിനൊന്നും ആവാതിരിക്കാൻ ഇട്ട് കൊടുക്കുന്ന സാധനമാണ്. ഇത് ഇട്ട് കൊടുത്താൽ ഫുഡൊക്കെ വേസ്റ്റൊക്കെ അതിലേ വീഴൂ. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് വേണ്ടിയിട്ട്. ഇത് ഐക്കയുടെ ഒരു ഗോഡൗൺ പോലുള്ള ഒരു സ്ഥലമാണ് കണ്ടത്. അവരുടെ സാധനങ്ങളൊക്കെ വെക്കുന്നതാണെന്ന് തോന്നും. അവിടെയാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ ചായയൊക്കെ കുടിക്കാൻ ടെൻറ്റും കാര്യങ്ങളൊക്കെ കെട്ടല്ലേ, അതിൻ്റെ പല മോഡലുള്ളതാണ് അവിടെ വെച്ചിട്ടുണ്ടായത്.
ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഇവരുടെ ചെടികളുടെ ഒരു സെക്ഷൻ വരുന്നത്. ഇവിടെ നല്ല നല്ല ചെടികളും ഫ്രഷ് ഫ്ലവേഴ്സും അതുപോലെ പ്ലാസ്റ്റിക് ചെടികളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതൊക്കെ പ്ലാസ്റ്റിക് ചെടികളാണ്. അതുപോലെ തന്നെ അടിപൊളി ഫ്ലവർ ബേസസ് ഒക്കെ അവിടെ ഉണ്ട്, പല മോഡലുള്ളത്. ഇത് മുഴുവനായിട്ട് ക്യാൻഡിൽസാണ്. ഒരു ക്യാൻഡിൽസിൻ്റെ കലവറ എന്നുണ്ട് എന്ന് പറയാം. അത്രയ്ക്കും വെറൈറ്റി സ്മെല്ലിലുള്ളതിൽ ഒരുപാടുണ്ട് അവിടെ. പിന്നെ ഇതൊക്കെ ലൈറ്റ്സിൻ്റെ സെക്ഷനാണ്. ഈ ഒരു ലൈറ്റ്സൊക്കെ കണ്ട ഇത് നല്ല പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ടിട്ടൊരു വെറൈറ്റി ആയിട്ട് തോന്നി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു കട്ടിയുണ്ട് പേപ്പർ, അതിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ഇവിടെ തന്നെ പർച്ചേസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ഫുഡ് കോർട്ട് ഇവിടെ ഉണ്ട്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.